മഞ്ജുഷ ഒരു രണ്ടാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഏതാണ്ടൊരു സൂചനകളിലേക്ക് വന്നു തുടങ്ങുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഒരു 15 ടേബിളോളം തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം അപ്പോൾ തന്നെ ഏതാണ്ട് 15 ടേബിൾ എന്ന് പറയുമ്പോൾ തന്നെയും അത്രത്തോളം വാർഡുകളിലെ ആദ്യ സൂചനകളിലേക്ക് തന്നെ നീങ്ങുമെന്ന് തന്നെയാണ്. ഏതാണ്ട് 2 റൗണ്ടോളം എത്തുമ്പോൾ തന്നെയും പൂർണ്ണമായും തന്നെയും എങ്ങോട്ടാണ് കൊച്ചി കോർപ്പറേഷൻ നീങ്ങുന്നത് എന്നതിന്റെ ഒരു വ്യക്തമായ സൂചനകളിലേക്ക് വരാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ പശ്ചിമ കൊച്ചി മേഖലകൾ തന്നെയായിരിക്കും കൌണ്ടിംഗ് സാധാരണ രീതിയിൽ. അങ്ങനെയാണ് മറ്റൊരു ക്രമീകരണങ്ങളിലേക്കും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പശ്ചിമ കൊച്ചി മേഖലകൾ തന്നെയായിരിക്കും ആദ്യ റൗണ്ടിലേക്കെല്ലാം തന്നെ വരുന്നത്. ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് പോലെ തന്നെ അതിൽ നിന്ന് മറ്റൊരു മാറ്റവും തന്നെ കാണുന്നില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശക്തമായ മത്സരമാണ് ഓരോ വാർഡുകളിലും തന്നെ കേന്ദ്രീകരിച്ചു, ഓരോ ഡിവിഷനിലും കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്നത്. അതുകൊണ്ട് ആർക്ക് ഒരു മേൽക്കൈ എന്ന് പറയാൻ ഒരുപക്ഷെ എന്താണ് പോരാട്ടത്തിന്റെ സൂചനകൾ എന്നത് 2 റൗണ്ടിലേക്ക് തീരുമ്പോൾ തന്നെയും വ്യക്തമായ രീതിയിലേക്ക് വരും. അത് ആദ്യ റൗണ്ടിൽ ഒരു ഫലസൂചനകൾ ഒരുപക്ഷെ കടുത്ത പോരാട്ടത്തിന്റേത് തന്നെയാകുമെന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ കഴിഞ്ഞ തവണ 3 വിമതരുടെ പിന്തുണയോടുകൂടിയാണ് LDF കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ ഇത്തവണ അതിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് LDF വെച്ചു പുലർത്തുന്നത്. UDF ആകട്ടെ തികഞ്ഞ രീതിയിലേക്ക് പൂർണ്ണമായ ഒരു പരാജയമായിരുന്നു പോയ 5 വർഷങ്ങളെന്ന് പറയുകയും ഇനി തങ്ങൾക്ക് മേൽക്കൈ നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും എല്ലാം തന്നെ ചെയ്യുകയാണ്. BJPയും വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു. ഓർക്കുക, അപ്പോൾ 2020 കൂടി മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഇത്തവണ 74-ന് 76-ലേക്കെല്ലാം സീറ്റുകൾ മാറിയിട്ടുണ്ട്. അതിൽ പകുതിയിലധികം സീറ്റുകളിലും 2020 മത്സരിക്കുന്നു. പക്ഷേ കാര്യമായ രീതിയിൽ കൊണ്ടുപിടിച്ചൊരു പ്രചാരണ പരിപാടികളിലേക്കൊന്നും തന്നെ 2020 ഇവിടെ പോയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ വി ഫോർ കൊച്ചി എന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചപ്പോൾ പോലും അതിന് കുറച്ചുകൂടി ഒരു പ്രചാരമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതിന്റെ ഒരു താളത്തിലേക്ക്, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ താളത്തിലേക്കൊന്നും 2020യുടെ ഒരു പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടിയും അവർക്ക് കേന്ദ്രീകരിക്കാവുന്ന, അവർക്ക് ക്രോഡീകരിക്കാവുന്ന ഒരു വോട്ടിംഗ് പെർസെന്റേജ് എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് ന്യായമായ രീതിയിൽ തന്നെ അവർക്ക് അതിൽ തന്നെ ഇടപെടാൻ കഴിയുമെന്ന് തന്നെയാണ് അവരുടെ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഏതായാലും അതിശക്തമായ ഒരു മത്സരത്തിന് തന്നെയായിരിക്കും കൊച്ചി കോർപ്പറേഷൻ കളമൊരുങ്ങുക. ജില്ലയിൽ UDFന്റെ തന്നെ ഒരു അപ്രമാദിത്വം എന്ന് പറയാവുന്ന ഒരിടങ്ങൾ തന്നെയാണ്. നഗരസഭകൾക്ക് ഏറിയ പങ്കും UDF ആണ് ഭരിക്കുന്നത്. 13 നഗരസഭകളിൽ 10 UDFനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു UDFനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജില്ല എന്നെല്ലാമാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇക്കുറി ഒരു അനുകൂലമായൊരു ട്രെൻഡ് ഇടതു മുന്നണിക്ക് ഉണ്ട് എന്നൊരു പൊതുവിശ്വാസത്തിലാണ് ഇടത് കേന്ദ്രങ്ങളുള്ളത്. അതിന് ആദ്യ സൂചനകൾ ഡാനി, കൊച്ചി പൊതുവിൽ സംസ്ഥാനത്തൊരു ഇടതു തരംഗം വീശിയപ്പോഴും കൊച്ചി UDFനെ പിടിച്ചു നിർത്തിയ ഇടമാണ്. കോർപ്പറേഷനൊക്കെ നെക്കാനെക്കിൽ നഷ്ടപ്പെട്ടെങ്കിൽ കൂടിയും ജില്ലാ പഞ്ചായത്തൊപ്പമുണ്ട്, ഒപ്പം തന്നെ നഗരസഭയിലെ ആധിപത്യമുണ്ട്. അതിൽ ഈ UDF കോട്ടയിലേക്ക്, അതായത് കൊച്ചി കോർപ്പറേഷൻ അപ്പുറമുള്ള ഇടങ്ങളിലേക്ക് ഇടതുമുന്നണി എത്ര കണ്ടാണ് അവരുടെ പ്രതീക്ഷ? അതിന് എത്ര കണ്ട് ഒരു പ്രായോഗികതയിൽ ഒപ്പം നിൽക്കാൻ പറ്റുന്ന അവരുടെ പ്രതീക്ഷകളാണുള്ളത്? കൂത്താട്ടുകുളം അടക്കമുള്ള നഗരസഭകളിൽ ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെട്ടതാണ്. പിന്നെ എങ്ങനെ ഇടതുമുന്നണിക്ക് അങ്ങനെ ഒരു കണക്കെടുക്കാനാകും എന്നൊരു സംശയം ഉണ്ടാവില്ലേ? ശരിയാണ് സജിത്ത്, തീർച്ചയായും ന്യായമായൊരു ചോദ്യം തന്നെയാണ്. കാരണം ഏത് കൊടുങ്കാറ്റിലും ഏത് തരംഗത്തിന്റെ വേലിയേറ്റത്തിലും എല്ലാം തന്നെ UDFനൊപ്പം ഉലയാതെ നിന്ന ഒരു ജില്ല എന്ന പേര് എപ്പോഴും തന്നെ എറണാകുളം ജില്ലയ്ക്കുണ്ട്. പൊതുവിൽ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. കടന്നുകയറ്റമാണ് സത്യത്തിൽ LDF പലപ്പോഴും നടത്തുന്നത്. അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് എത്രമാത്രം സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് അതിൽ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടലുകൾ എന്നെല്ലാം തന്നെ പറയാവുന്ന ഒരു സ്ഥിതി എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഭരണ നേട്ടങ്ങൾ, സർക്കാരിന്റെ നേട്ടങ്ങൾ, ഭരണ നേട്ടങ്ങളെല്ലാം തന്നെ താഴെത്തട്ടിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു നഗരസഭയുടെ ഒരു വിജയം അല്ലെങ്കിൽ അതെല്ലാം ചേർത്ത് വായിക്കപ്പെടുമ്പോൾ അത് കൂടുതലായും തന്നെയും സർക്കാരിന്റെ ഒരു നേട്ടങ്ങളും അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുചെല്ലാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ട്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിരവധിയായ ഒരു വികസന പദ്ധതികൾ, അത് ഒരു സംസ്ഥാനത്തിന്റെ തന്നെ ഈ നഗരസഭകളുടെ തന്നെ ഒരു ഐക്കൺ ആയിട്ട് തന്നെ അത് മാറുകയും ചെയ്തിട്ടുണ്ട്. പല
പദ്ധതികളും തുരുത്തി ഫ്ളാറ്റ് പോലുള്ള പദ്ധതികൾ, ഒപ്പം തന്നെ സമൃദ്ധി പദ്ധതി, ഇതെല്ലാം ഉയർത്തിപ്പിടിക്കുന്നത് മറ്റിടങ്ങളെ കൂടി പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലേക്ക്, അതൊക്കെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ കൂടി വലിയ രീതിയിലൊരു ഇടപെടലും സഹായവും സഹകരണവും എല്ലാം തന്നെ അതിനുണ്ടായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. പല നഗരസഭകളുടെയും വികസന പദ്ധതികളിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ഇതെല്ലാം തന്നെ സർക്കാരിന്റെ കൂടി പിന്തുണയോടുകൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നത് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ ഓരോ പഞ്ചായത്തുകളുടെയും അല്ലെങ്കിൽ ഓരോ നഗരസഭകളുടെയും പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനവും കാര്യങ്ങളിലും എല്ലാം വരുമ്പോൾ അതിൽ സർക്കാരിന്റെ കൂടി ഒരു പ്രാതിനിധ്യം കൊണ്ടുവന്നിട്ട് അവിടെ ഒരു നേട്ടത്തിനുള്ള ഒരു ശ്രമം കഴിഞ്ഞ നാളുകളായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അത് 76 ഡിവിഷനുകളിലാണ് കൊച്ചി കോർപ്പറേഷനിൽ മത്സരം നടന്നത്. അങ്ങനെയാവുമ്പോൾ കേവല ഭൂരിപക്ഷം ഭരിക്കണമെങ്കിൽ 39 സീറ്റുകൾ നേടണം കൊച്ചി കോർപ്പറേഷനിൽ. 38 മുതൽ 42 സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ഇത്രയും സീറ്റുകൾ തന്നെ നേടി അധികാരത്തിൽ തുടരാൻ കഴിയുമെന്ന് LDFും പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ 5 സീറ്റുകളെങ്കിലും കൂടുതൽ കിട്ടുമെന്നാണ് BJPയുടെ പ്രതീക്ഷ കൊച്ചി കോർപ്പറേഷനിൽ ഉള്ളത്. എന്തായാലും മെട്രോ നഗരം ആര് ഭരിക്കും? അവിടെ LDFന്റെ ഭരണ തുടർച്ചയാണോ അതോ പഴയ പ്രതാപത്തിലേക്ക് UDFന് തിരികെ വരാൻ കഴിയുമോ എന്നറിയാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. അവിടെ ഏതാണ്ട് 13ഓളം റിബലുകൾ മത്സരിക്കുന്നുണ്ട്. 13 റിബലുകളെങ്കിലും കോൺഗ്രസിന്റെ മത്സരിക്കുന്നുണ്ട്. അതിൽ തന്നെ ചില റിബലുകൾ ജയിച്ചു വരാനും സാധ്യതയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഏത് പക്ഷത്തായിരിക്കും ഉണ്ടാവുക എന്നതും വളരെ നിർണായകമാണ് അല്ലേ? കഴിഞ്ഞ തവണത്തെ ഭരണം LDFന് കിട്ടിയത് തന്നെ അങ്ങനെയാണ്. കഴിഞ്ഞ തവണ റിബൽ ശല്യമായിരുന്നു കോൺഗ്രസിനെ കുഴക്കിയത്. ഇത്തവണ ഞങ്ങൾ റിബലിനെ ഒതുക്കും, റിബൽ ഉണ്ടാവില്ല എന്ന് കോൺഗ്രസ് തുടക്കത്തിൽ തന്നെ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ റിബൽ ശല്യത്തെ അത്ര കണ്ടങ്ങ് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില നീക്കങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ കണക്ക് നോക്കുമ്പോൾ 1 എന്ന് LDFിൽ കാണിക്കുന്നതിന് കാരണം ആന്തൂർ നഗരസഭയാണ് അല്ലെ? ആന്തൂർ നഗരസഭയിലെ 5 വാർഡുകളിൽ അവിടെ LDFന് എതിരില്ല അല്ലെ? എതിരില്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് LDFന് 1 മുനിസിപ്പാലിറ്റികളിൽ 1 മുനിസിപ്പാലിറ്റിയിൽ ആധിപത്യം LDFന് എന്ന് കാണിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിൽ അവിടെ ഒരു നഗരസഭയാണ് ആന്തൂർ. അവിടെയാണ് ഇത്തവണയും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അല്ലേ LDFന് എതിരില്ലാതെ അവിടെ വാർഡുകൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് 1 എന്നുള്ള കണക്ക് LDFന്റെ പക്ഷത്തേക്ക് വരുന്നത്. അതാണ് നഗരസഭകളുടെ ചിത്രം. നമുക്ക് വേഗത്തിൽ സ്ക്രീനിന്റെ 2 വശങ്ങളിലുമായി അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കും. അത് ഒരു നഗരസഭയിൽ ഏത് കക്ഷി ട്രെൻഡിങ് അനുസരിച്ച് മുന്നിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഗ്രാമപഞ്ചായത്തുകളും അങ്ങനെ തന്നെയാണ്. 3ഇടത്ത് LDF എന്ന് പറയുന്നത് എതിരില്ലാതെ ഇല്ല. ചില ഗ്രാമപഞ്ചായത്തുകളിലെ ചില വാർഡുകളിൽ മുന്നേറ്റം നടത്തുവാനായിട്ട് LDFന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 3 ഗ്രാമപഞ്ചായത്തുകളിൽ അവർക്കിനി ഈ മത്സരം നടക്കുന്ന വാർഡുകളിൽ തോറ്റുപോയാൽ പോലും ആ ഗ്രാമപഞ്ചായത്തുകൾ നിലനിർത്തുവാനായിട്ട് LDFന് കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അതാണ് സംസ്ഥാനത്തിന്റെ പൊതുചിത്രം. എന്തായാലും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞു പലയിടങ്ങളിലും. ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം കാത്തു നിൽക്കുകയാണ്. ഇതാ ഈ കൗണ്ടിംഗ് സെന്ററിന് പുറത്തേക്ക് ആളുകൾക്ക് കൗണ്ടിംഗ് ഏജന്റുമാർക്കും സ്ഥാനാർത്ഥികൾക്കുമൊക്കെ കയറാൻ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. നെഞ്ചിടിപ്പാണ്, യഥാർത്ഥത്തിലുള്ള നെഞ്ചിടിപ്പാണ്. നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ പൊതു രാഷ്ട്രീയമൊക്കെ പറയുന്നതിനും അപ്പുറം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മനോഹരമായ ചിത്രമാണ് ശരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉടനീളം ഉണ്ടാക്കുന്നത്. ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും പൊതുരംഗത്തേക്കും വരുന്നവരൊക്കെ അവർ സ്ഥാനാർത്ഥിയാവുന്നു, അതിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലൊക്കെ പോകുന്നു. രാഷ്ട്രീയം ആദ്യം തന്നെ ജീവിതത്തിൽ പറയുന്ന ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വിപരീതമായി ചില കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പല പ്രമുഖ നേതാക്കളും ഇല്ല നേരത്തെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പോലും, ഉദാഹരണത്തിന് ശബരിനാഥിനെ പോലെയുള്ള ആളുകൾ, EM അഗസ്തിയെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പല പ്രമുഖരും, കൂടുതലും കോൺഗ്രസിന്റെയാണ്, പല പ്രമുഖരും മത്സരിക്കുന്നുണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ. ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ കൊച്ചിയിൽ മത്സരിക്കുന്നു. കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് ദീപ്തി. UDFന് ഭരണം കിട്ടുകയാണെങ്കിൽ മേയറാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ശ്രദ്ധേയമായ പല മത്സരങ്ങളും നടക്കുന്നു. ശ്രീലേഖ IPS തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശാസ്തമംഗലം വാർഡിൽ മത്സരിക്കുന്നു. അങ്ങനെ പല